സ്വഭാവത്തിലുണ്ടായ സംഭവങ്ങളാണ് എനിക്ക് വന്നത്. അല്ല ഒരാൾ മധുരം തിന്നതുകൊണ്ട് ഡയബറ്റീസ് വന്നതൊന്നുമില്ല. പക്ഷേ ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴും വിത്തോട്ട് ഇതൊക്കെ കൊണ്ട് ചായ വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ദൂരം മാറ്റി വയ്ക്കും. ഞാനും വീട്ടിൽ ചായ വിത്തോട്ട് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് 3 പ്രസവനം കഴിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോഴും ദിവസം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. പക്ഷേ റെഗുലറായിട്ട് ഡോക്ടർ പറഞ്ഞ വരെയുള്ള മരുന്ന് കഴിക്കും. വളരെ കൃത്യമായിട്ട് 2-3 മാസങ്ങളിൽ ചെക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എൻ്റെ ലെവൽ കൂടിയോ കുറഞ്ഞോ ഒന്നുമില്ല. എൻ്റെ ഭാരം ഒരു 8-9 മാസത്തിന് മുമ്പ് 94 കിലോ ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇൻസുലിന് പകരം വേറൊരു ഇൻസുലിൻ ഉണ്ട്, വിക്ടോസിയ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. അത് കഴിച്ചാൽ ഇതിനും നല്ലതാണ്, വെയിറ്റും കുറയുന്നു. വളരെ സിൻസിയറായിട്ട് പറയുന്നത് ഈ കഴിഞ്ഞ 9 മാസം കൊണ്ട് ഇപ്പം എൻ്റെ വെയിറ്റ് 83 കിലോ ആണ്. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പഴയ മണിയമ്പുകാരിനെ കാണുന്നു, ഉടുപ്പൊക്കെ ഇട്ട് മറ്റേ വയറൊക്കെ വിചാരിക്കുന്നത് വന്ന് അവിടെ ചാരി നിൽക്കുന്ന പുള്ളിക്ക് ഇഷ്ടമില്ല. ഇപ്പം അതുകൊണ്ട് ഫിറ്റ് ആയില്ല, കുഴപ്പമില്ല. തീരെ കുറയേണ്ടെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ബാലനടനായിട്ടേ വിളിക്കുള്ളൂ. അപ്പൊ ഇതിനകത്തുള്ള സംഭവിച്ച കൃത്യമായിട്ട് ഇത് ഈ പറഞ്ഞ ഈ റബേക്ക പറഞ്ഞ ഈ ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു അസുഖമാണെന്നുള്ളൊരു എന്താണ് അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം വെച്ചാൽ അവർ പറഞ്ഞ മറുപടി അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അത് നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, അതൊരു രോഗമാണ്, കുഴപ്പമാണ്, കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജിയും പോവും, സൗന്ദര്യം പോവും, എല്ലാം പോവും. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയബറ്റീസ് എന്ന് പറഞ്ഞത് നല്ലതാണ്, ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കാം. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വൈഫ് പഴമെടുത്ത് കഴിക്കരുതെന്നൊക്കെ പറയും. അത് വൈഫ് അടുത്തുള്ളൂ. ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് മുമ്പ് ഇവർ കാണാനാണ് പോകുന്നത്. പക്ഷെ ഞാൻ കഴിക്കത്തില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിനകത്ത് മധുരം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും. എന്നാൽ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുകയും ചെയ്യും. എന്നാൽ ഒരു സുഹൃത്തിന്റെ ഏതെങ്കിലും വിശേഷത്തിന് പോയാൽ, കല്യാണത്തിനൊക്കെ പോയാൽ ഞാൻ വിചാരിക്കും പായസം കുടിച്ചില്ലെങ്കിൽ 10 കൊല്ലം ചെയ്യും. പായസം കുടിച്ചാൽ ഒരു 5 വർഷം കൂടും. അത് തന്നെ ബെസ്റ്റ്, പായസം കുടിക്കുക. അപ്പൊ നമ്മുടെ ലിവിങ് ഒരു സംഭവം സന്തോഷകരമായിരിക്കും ജീവിതം എപ്പോഴും. അപ്പൊ നമ്മൾ ഡയബറ്റീസ് ഒന്നും പറഞ്ഞാൽ ഒരിക്കലും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏത് വീട്ടിൽ ചെന്നാലും ഞാൻ അവിടെ ഈവൻ കാണാൻ കൊള്ളാന്നുള്ള പെമ്പിള്ളേരുടെ വീട്ടിൽ ചെന്നാലും ഞാൻ പറയും എനിക്ക് ഡയബറ്റീസ് ഉണ്ടോ, പഞ്ചസാര ഇട്ടതെന്ന് പറയും, എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ മധുരം എനിക്ക് ഇഷ്ടമല്ല, വണ്ണം കുറയ്ക്കാനൊക്കെ എൻ്റെ കൂടെ ഡയബറ്റീസ് ഉള്ളൊരു കള്ളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരാൾ എന്നെ വിളിച്ചൊരു രാജു ഈ മാഗസീനിലൊക്കെ ഇങ്ങനെ പറയുന്നത് മോശം, നമ്മുടെ പേര് പറയുന്നത്. ചിലർക്ക് ഇത് ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഒരു കാര്യം എന്താ സംഭവം, മോഹൻ ഒന്ന് നമ്മളെന്താ വിളിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണുന്നില്ല പബ്ലിക്ക്, അതുപോലെ ഉള്ളത്. അപ്പൊ ഇതൊരു അങ്ങനെ ഒരു അസുഖമല്ല, ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് മാറ്റിയെടുത്ത് എല്ലാവരും വന്നത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, പാർവതി സ്പോർട്സിനും കാര്യങ്ങൾക്കും എല്ലാം പോകുന്നില്ലേ. ഇനിയിപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്, എത്രയോ മണിക്കൂർ വെയിലത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബോളർ വസീം അക്രം, അക്യൂട്ട് ഡയബറ്റിക്കിന്റെ ആണ്. പക്ഷെ അയാൾ കളിക്കുന്നില്ലേ, ആ രംഗത്ത് ലോക പ്രശസ്തനായില്ല. അപ്പൊ ഇത് വന്നു എന്നുള്ള ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ള എത്രയോ പേര് അഭിനയിക്കുന്നുണ്ട്. ഒന്നാമത് ഇപ്പൊ ഡയബറ്റീസ് ഉള്ള അഭിനയിക്കുന്ന കാര്യം പോട്ടെ, ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ആൾക്കാരുള്ളത് പലരും വായിച്ചുള്ളത് ഇന്ത്യയിലാണെന്നും അതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലുള്ളവരാണ്. നമ്മുടെ ഇവിടുത്തെ ഊണും 15 കളറുള്ള കൂട്ടാനും ഇവിടുത്തെ ഒരു ഫുഡ് ഹാബിറ്റൊക്കെ തന്നെ പലർക്കും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇപ്പം ഈ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ ഫ്രണ്ടാണ് പാല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മരുന്ന് ഡയബറ്റീസിന്റെ മരുന്നാണ്. അപ്പൊ എന്തായാലും ഈ സമയത്ത് നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇതുപോലെ ഡോക്ടറെ മുമ്പ് വിളിപ്പോൾ ഞാൻ വരാറുണ്ട്. ഞാൻ ഒഴിവുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളെല്ലാം സ്വീറ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ വേറെ ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും വിശക്കൊന്നും അറിയാം. അപ്പോൾ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തി കൊണ്ടുപോവുക.